ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ എന്നും ഇരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു പ്ലേസിലല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട്. എന്നാലും ബിഗ് ബോസ് സീസൺ 6 ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ഉദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ ലോഞ്ചിങ് എപ്പിസോഡ് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. 19 മത്സരാർത്ഥികൾ, ഏറെ പ്രത്യേകതകളുള്ള 19 മത്സരാർത്ഥികൾ, 2 കോമണേഴ്സ്, അതുപോലെ തന്നെ റിനോഷിന്റെ പ്രോഗ്രാം. അങ്ങനെ വളരെ വർണ്ണാവുമായി തന്നെ ആ പ്രോഗ്രാം അവസാനിപ്പിച്ചു. വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള, വ്യത്യസ്ത മനോഭാവമുള്ള, വ്യത്യസ്ത ചിന്താഗതികളുള്ള, വ്യത്യസ്ത ജെൻഡറുകളുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് 19 പേരും എന്ന് പറയാം. അതിൽ കോമണൈസ് ആയിട്ട് വന്ന 2 പേരുടെ എൻട്രി വരെയുള്ള സമയം അത്യാവശ്യം നല്ല വെറുപ്പീരായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. എപ്പിസോഡ് ആരംഭിച്ചു. ലാലേട്ടൻ്റെ ഒരു പാട്ടോ ഡാൻസോ എന്തൊക്കെയോ ലാലേട്ടൻ അവതരിച്ചു വന്നിരിക്കുകയായിരുന്നു. കട്ടിലിൽ നിന്നിട്ടുള്ള പരിപാടി അത് കൊള്ളായിരുന്നു. പിന്നെ ലാലേട്ടൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ക്യൂട്ടെന്ന് വെച്ചാൽ വേറെ ലെവലിൽ എക്സ്പ്രഷൻ. ഒരു പഴയ ബോയിങ്ങിനകത്തൊക്കെ ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ആ ഒരു ലെവൽ ലാലേട്ടനെ കിട്ടി. പിന്നെ ലാലേട്ടൻ ആ വീട് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിനുശേഷം ബെഡ്റൂമിന്റെ കാര്യം ചോദിച്ചു. അപ്പോൾ 3 ചെറിയ ബെഡ്റൂമുകളും ഒരു ഫയർ ബെഡ്റൂമും, അങ്ങനെയാണ് പവർ ബെഡ്റൂമും ആണ് ബിഗ് ബോസിലുള്ളത്. 3 ചെറുതാണ്. മെയിനായിട്ടുള്ള അതിനകത്തുള്ളവർക്ക് ചില പവറുകളുണ്ട്. നോമിനേഷൻ പവർ ഉണ്ട്, ജയിൽ പവർ ഉണ്ട്, ഷോപ്പിംഗ് പവർ ഉണ്ട്, കിച്ചൺ പവർ ഉണ്ട്. അങ്ങനെ കുറെ പവറുകളുള്ളൊരു ബെഡ്റൂം ഉണ്ട്. ഇന്ന് ആരെയും ബെഡ്റൂമിലോട്ട് കയറ്റി വിട്ടിട്ടില്ല. അതിനുശേഷം ലാലേട്ടൻ തിരിച്ചു വന്നു, ഓരോ എൻട്രീസ് വിളിച്ചു. ആദ്യം വന്നത് അൻസിബ ആസറാണ്, ലാലേട്ടന്റെ മകളായിട്ട്, മൂത്ത മകളായിട്ട് ദൃശ്യത്തിൽ അഭിനയിച്ച അൻസിബയാണ് ആദ്യം വന്നത്. അൻസിബ വന്നു, സംസാരിച്ചു, ലക്ഷ്യങ്ങൾ പറഞ്ഞു, പോയി. അതിനുശേഷം രണ്ടാമതായിട്ട് ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. ജിൻഡോയെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നിയതും. അൻസിബനെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അൻസിബ ഇപ്പോൾ പുറത്താണ്, ദുബായിൽ എവിടെയാണ്, ഗൾഫിലാണ്, ആർജയായിട്ട് വർക്ക് ചെയ്യാണ്. ശേഷമാണ് ബിഗ് ബോസിലേക്ക് വന്നത്. ജിൻഡോ ഒരു പാവം പയ്യൻ, നിഷ്കളങ്കൻ. വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു. അദ്ദേഹം കയറിപ്പോയി ജിമ്മനാണ്. പക്ഷെ ഒരു ഭയങ്കര പാവം പിടിച്ചൊരു നന്മകരമായിട്ട് എനിക്ക് തോന്നി. മൂന്നാമതായിട്ട് വന്നത് യമുന റാണിയാണ്. സീരിയൽ സിനിമ ഫെയിം എല്ലാവർക്കും അറിയാം. യമുന റാണി വന്നു. യമുന റാണിയുടെ പ്രൊഫൈൽ കാണിച്ചപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്തിനാണോ എന്തോ അതുകൂടെ വന്നിട്ട് മുട്ടയുടെ പേര് അടി ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. അങ്ങനെ യമുന റാണി വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ച്. യമുന റാണി ഒരു ആത്മഹത്യ ചെയ്യാൻ പോയ കുറച്ച് ഇമോഷണലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നാലാമതായിട്ട് നമ്മുടെ ഋഷി മുടിയം വന്നപ്പോൾ ചോദിച്ചു, ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ വീട്ടുകാർ അറിഞ്ഞിട്ട പേരാണോ ഋഷി എന്നുള്ള മുടി? കാരണം മുടിയനും സീറ്റായിരുന്നു കേട്ടോ. ഇവരൊക്കെ എൻട്രി ചെയ്യുമ്പോഴേ കോമണൈസിനെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട്, ഞാൻ പറയാൻ പറ്റുമോ, കോമണൈസിനെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നെല്ലാം കാണാൻ പറഞ്ഞിട്ടൊരു സീറ്റ് കസേരയിരുന്ന് ഇവരവിടെ നിന്ന് കമന്ററി പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ വരുമ്പോൾ 5 വരുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ മുഖത്ത് എന്തൊക്കെയോ പുച്ഛഭാവമൊക്കെ കാണിച്ചു. ഞാൻ ഫോട്ടോ അവിടെ കാണിച്ചത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പറയണേ. എനിക്കങ്ങനെ തോന്നി. അതിനായിട്ടും ഋഷി വന്നു, ഋഷിയുടെ വിശേഷങ്ങൾ സംസാരിച്ചു. ഋഷി അകത്തേക്ക് പോയി. ജിൻഡോ ഋഷിനെ ഇങ്ങനെ എതിർക്കുന്ന കണ്ടു. അതിനുശേഷം ജാസ്മിൻ ജാഫറാണ് വന്നത്. ജാസ്മിൻ, സത്യം പറഞ്ഞാൽ എനിക്ക് ജാസ്മിൻ്റെ സ്ഥലം അറിയില്ലായിരുന്നു. ജാസ്മിൻ കൊല്ലം പൊല്ലൂരാണ് പിന്നെ അറിഞ്ഞത്. എന്തായാലും അത് അങ്ങനെ പറയാൻ കാരണം, ഞങ്ങളുടെ ഈ നാട്ടുകാരല്ലെങ്കിൽ തെക്കൻകാർ പൊതുവെ അത്ത അമ്മ എന്ന് വിളിക്കും. റാവുത്തർ കുടുംബത്തിലുള്ളവർ അവളെ അത്താന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് നമ്മുടെ നാട്ടുകാരെയാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശമാണല്ലോ. ഞാൻ പത്തനംതിട്ടയാണ്, ഒരു കൊല്ലമാണ്, വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ സെറ്റാണ്. കുട്ടിയും കൊള്ളാൻ, കുറച്ച് ആക്റ്റീവാണ്. കുട്ടിയും വന്ന് വിശേഷങ്ങളൊക്കെ അകത്തോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് സുജോ ആണ് വന്നത്. സുജോ ടോക്സിലെ സുജോയും കുറച്ച് നെർവസ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. നെർവസ് ആയിട്ട് തോന്നി, പക്ഷേ സീനില്ല, പുള്ളി അത് മറികടക്കും. അത് കഴിഞ്ഞിട്ട് ഷീതു വന്നു, സീരിയൽ താരം ഷീതു കൃഷ്ണൻ പുള്ളിയായിരുന്നു കേട്ടോ. എനിക്ക് വന്ന ഈ 6 പേരിൽ ഏഴാമത് തോന്നി ഷീതുവിനോട് ഒരു അട്രാക്ഷൻ തോന്നി, അല്ലെങ്കിൽ കുത്തിക്കൊള്ളാം. ആ ഒരു മൂല്യം എന്തോ പവറായിരുന്നു, എന്തോ എനർജി ആയിരുന്നു വെച്ചാൽ, എന്തോ എനർജറ്റിക് ആയി ഡാൻസ് കളിച്ചെന്ന് അറിയോ. ഷീതു സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയമണി ദാസ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ക്യൂൻ ഓഫ് മേക്കപ്പ് ആണ് വന്ന് ലാലേട്ടൻ വിശേഷിപ്പിച്ച ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഒരു സൂപ്പറായിരുന്നു. അതിനുശേഷം രതീഷ് കുമാർ തൃശ്ശൂർ, എൻ്റെ പോനെ സൂപ്പറായിരുന്നു. അണ്ണൻ്റെ ഒരു പ്രേമം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് തന്നെ എന്തോ രസമായിരുന്നു. ആ പുള്ളിക്കാരൻ വന്ന് ലാലേട്ടനുമായിട്ട് കുറേ സംസാരിച്ചു. പുള്ളി ചേച്ചിട്ട് പോയില്ല, ഭാര്യയുടെ അടിയിട്ടു പറഞ്ഞു. അതുകൊണ്ട് ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഇതും പറയാൻ പറ്റില്ല. പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പുള്ളി വന്ന് സൂപ്പറായിട്ട് പാടി. ആ പാട്ട് ഞാൻ 1-2 വട്ടം പാടിയിട്ടുണ്ടെങ്കിലും
ഇവിടെ ഞാൻ വലിയ ഗായകനല്ല, അതുകൊണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. പുള്ളി വന്ന് എല്ലാവരെയും കയ്യിലെടുത്തു. ഒരു അഖിൽമാര പ്രോ വെർഷൻ, സന്തോഷ് പണ്ഡിറ്റ് ലൈറ്റ് വെർഷൻ എന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അദ്ദേഹം അത്യാവശ്യം നല്ല അഭിനയമായിരുന്നു കേട്ടോ, അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശ്രീരേഖ ചലച്ചിത്ര അവാർഡ് കിട്ടിയ ഒരു ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ അവരൊരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ നല്ലൊരു പാവം സ്ത്രീ. പാവം എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത് അവർ ആക്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവന്ന് വളരെ പാവമായിട്ട് പക്വതാപരമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ശ്രീരേഖയുടെ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അസീർ റോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 സ്വഭാവം ഉണ്ടെന്ന് സ്വന്തം പറയുന്ന ആള്. അപ്പം ഞാൻ ചിന്തിച്ചു, എനിക്കാണെങ്കിൽ 10-20 സ്വഭാവം ഉണ്ടല്ലോ. അസീർ റോക്കി വന്നിട്ട് അസി പാവം, റോക്കി കലിപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി പിന്നെ കുറേ സിനിമ ഡയലോഗും തക്ക് ഡയലോഗൊക്കെ അടിച്ചു. എനിക്കത് അത്യാവശ്യം ബോറായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് അപ്സര വന്നു. അപ്സരയ്ക്കാണെങ്കിൽ കോമഡി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്സര എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലെ ജയന്തി ഏട്ടത്തി അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു അത്യാവശ്യം ഫെയിമാണ്. പക്ഷെ അവർ കൊള്ളായിരുന്നു കേട്ടോ, അവരൊരു പാവത്തെ പോലൊക്കെ നിന്നു. പിന്നെ ഒരു ഗബ്രി വന്നു. ഗബ്രി ഒരു എഞ്ചിനീയറാണ്. അവൻ സ്റ്റൈലിഷ് ലുക്കായിരുന്നു, ആ ചെറുക്കൻ കൊള്ളാം. അത് കഴിഞ്ഞ് നൂറ മുസ്കാൻ എന്ന് പറയുന്ന ഫാമിലി നെയിമാണെന്നാണ് പറഞ്ഞത്, റാവുത്തർ പോലുള്ള. അപ്പോൾ കുട്ടി കൊള്ളാം, ഇൻഫ്ലുവൻസറാണ് അത്യാവശ്യം. അതും വലിയ എനർജി എനിക്ക് തോന്നിയില്ല കേട്ടോ, വെറുതെ ഒരു എനർജറ്റിക് എനിക്ക് തോന്നിയില്ല. അതിനുശേഷം അർജുൻ ശ്യാമാണ്, മോഡലാണ്. അവന് കുറേ ട്രോഫി കിട്ടി കാണിച്ചു. അവൻ കൊള്ളാം, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ലാലേട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആശാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവൻ ജങ്ക് ഫുഡ്സാണ് കഴിക്കുന്നത്. എല്ലാവരും കഴിക്കാൻ ഫുഡൊന്നും കഴിക്കില്ല, ജപ്പാൻ ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. ബിഗ് ബോസ് കഴിക്കാൻ ഫുഡ് കിട്ടിയ ഇതായി, അല്ലെങ്കിൽ സീനാണ്. അതിനുശേഷം സുരേഷ് മേനോൻ, നമ്മുടെ ഭ്രമരത്തിലെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചു. പുള്ളി ഒരുപാട് മാറി. പുള്ളിക്ക് മലയാളമൊന്നും നേരെ കിട്ടുന്നില്ല, ഇംഗ്ലീഷൊക്കെയാണ്. പക്ഷെ പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയനാണ്. പുള്ളിക്കും കുറച്ച്, ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ച് ഫസ്റ്റ് വീക്ക് ഔട്ട് ആവുന്ന ആളാണ്. പക്ഷെ പുള്ളി സംസാരിച്ച് ഒന്ന് എൻഗേജ് ആയി വന്നപ്പോഴേ പുള്ളി സൂപ്പറാണ്, അത് രക്ഷയില്ലാത്ത മനുഷ്യരാണെന്ന് തോന്നി. അതിനുശേഷം എല്ലാവരും കാത്തിരുന്നത് ശരണ്യ ആനന്ദ്, നട്സി. ശരണ്യ ആനന്ദിനെ തിരിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് വന്ന പേരാണ് നട്സി. ശരണ്യ ആനന്ദ് വന്ന് പവറേഷ് സൂപ്പറായിരുന്നു, ഒന്നും പറയില്ല. ശരണ്യ ആനന്ദ് എല്ലാവർക്കും അറിയാം, സീരിയൽ താരമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോമണേഴ്സിനെ വിളിച്ചു, റസ്മിനെയും നിഷാനെയും വിളിച്ചു. അവർ വന്നു, അവർ സംസാരിച്ച് അവരെയും വീട്ടിനകത്തോട്ട് വിട്ടു, പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിനോഷിൻ്റെ ഒരു പാട്ടും ഉണ്ടായിരുന്നു. പിന്നെ 50 ലക്ഷം രൂപയുടെ സമ്മാനം പ്രൈസ്, കോൺഫറൻസ് ഗ്രൂപ്പ് എടുക്കുന്ന 50 ലക്ഷം രൂപയുടെ 50 ലക്ഷം രൂപ കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം നാളത്തെ പ്രോമോ കാണിച്ചു. പ്രോമോയിൽ അതിനു മുമ്പ് ഇവിടെ വീട്ടിനകത്തൊന്നും ആരെയും കയറ്റുന്നില്ല, നിങ്ങൾ ബെഡ്റൂമിലോ സോഫയിലോ എവിടെയാണെന്ന് വെച്ചാൽ കിടന്നോ, നാളെ നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് എനിക്ക് ഫുഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നാളത്തെ പ്രോമോയിൽ എന്തോ ടാസ്കും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇന്നത്തെ ബിഗ് ബോസിൽ നടന്നത്. മൊത്തത്തിൽ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വന്നവരെല്ലാം അത്യാവശ്യം ഓക്കെയാണ്. ചില ആളുകൾ അവാർഡുകളാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, കാണാൻ കൊള്ളാം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം വരും ദിവസങ്ങൾ ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതും പറയാൻ പറ്റത്തില്ല. എങ്ങനെയും എന്തെങ്കിലും കാണിക്കും. ഇപ്പം നാളെ മുതൽ ഇവരെന്തൊക്കെ കാണിക്കും, എങ്ങനെയൊക്കെ കാണിക്കും ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ്. പക്ഷേ വന്നവരിൽ കുഴപ്പമില്ല, ആളുകളൊക്കെ അത്യാവശ്യം സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ ഉള്ളവരാണ്. ഇതിപ്പോൾ ലൈവ് കാണണം, ലൈവ് കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വരും. അപ്പോൾ എല്ലാ ദിവസവും ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വരും. ഞാൻ ഈ മത്സരാർത്ഥികളെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ബിഗ് ബോസ് അപ്ഡേഷൻ വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ചിന്ത, സൈനിങ് ഓഫ്.